താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ ഏതെല്ലാം? ഏതെല്ലാം കൃതികളാ ചട്ടമ്പി സ്വാമിയുടെ കൃതികൾ? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണം, ഇതെല്ലാം ആരുടെ കൃതികളാ? ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണല്ലേ. അതേപോലെ ഈ ആത്മോപദേശ ശതകം ആരുടെയാ? ആത്മോപദേശ ശതകം ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് അല്ലേ. അതേപോലെ അഖിലത്തിരുട്ട് ആരുടെ കൃതി? അഖിലത്തിരുട്ട് വൈകുണ്ഠ സ്വാമികളുടെ കൃതിയാണ് അഖിലത്തിരുട്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആര് എന്ന് ചോദിച്ചിട്ടുള്ളത്? ആരാണ്? ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റാണ് അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. അപ്പൊ എത്ര മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് ഈ നടന്നിട്ടുള്ളത്? എത്ര എണ്ണാണ്? 5 എണ്ണം കേട്ടോ. 5 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഏതൊക്കെ വർഷങ്ങളിലാണ്? 1916, 17, 18, 19, 20 അങ്ങനെ 5 വർഷങ്ങളിലായിട്ടാണ് മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത്. അതിൽ 1916 അധ്യക്ഷത വഹിച്ചത് ആരാ? ആനി ബസന്റ്. ഇപ്പൊ പറഞ്ഞു അല്ലേ, ആനി ബസന്റാണ് പാലക്കാട് വെച്ച സമ്മേളനത്തിൽ. 1917 CP രാമസ്വാമി അയ്യരാണ് കേട്ടോ. കോഴിക്കോട് വെച്ച് നടന്നതാണ്. CP രാമസ്വാമി അയ്യരാണ്. അതേപോലെ 1918 ആരാ? അലിഖാനാണ് കേട്ടോ. തലശ്ശേരിയിൽ വെച്ചിട്ട് നടന്നത് അലിഖാനാണ്. അതേപോലെ 1919 ആരാ? KP രാമൻ മേനോൻ കേട്ടോ. KP രാമൻ മേനോനാണ് അധ്യക്ഷത വഹിച്ച്. KP രാമൻ മേനോനാണ് എവിടെ വെച്ചിട്ട് നടന്നത്? വടകരയിൽ വെച്ചിട്ടാണ് കേട്ടോ. വടകരയിൽ വെച്ചിട്ടാണ്. അതേപോലെ 1920 സമ്മേളനത്തിലോ? കസ്തൂരി രംഗ അയ്യങ്കാറാണ് കേട്ടോ. കസ്തൂരി രംഗ അയ്യങ്കാറാണ് മഞ്ചേരിയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാ? ഇന്ത്യയിലെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറി ആരാ? വിക്രം മിശ്രയാണ് കേട്ടോ. വിക്രം മിശ്രയാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം. 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏതാ? ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഇന്ത്യൻ ഒപ്പീനിയൻ ആണ് 1904 ഗാന്ധിജി ദർബനിൽ നിന്നും ആരംഭിച്ച പത്രം. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങളും പിന്നെ വർഷങ്ങളും തന്നിട്ടുണ്ട്. ചേരുമ്പടി ചേർക്കാനാണ്. അപ്പോൾ ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന എന്നാ? 1773 ആണല്ലേ. 1773 ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത്. അതേപോലെ അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്നാ നടന്നത്? 1776 കേട്ടോ. 1776. അതേപോലെ പാരീസ് ഉടമ്പടി എന്നാ നടന്നത്? 1783 കേട്ടോ. 1783. അതുപോലെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാ നടന്നത്? ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789 കേട്ടോ. 1789 ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നത് അല്ലേ. അപ്പോൾ ആ 5 ക്വസ്റ്റ്യനെ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് റിവൈസ് ചെയ്താലോ. ആദിഭാഷ ആരുടെ കൃതിയാ? ആദിഭാഷ, പ്രാചീന മലയാളം, വേദാധികാര നിരൂപണമൊക്കെ ആരുടെ കൃതിയാ? ആരുടെ കൃതിയാ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണല്ലേ. പിന്നെന്താ ചോദിച്ചത്? ആനി ബസന്റ് എന്നാണ് അധ്യക്ഷത വഹിച്ചത്? ഏത് സമ്മേളനത്തിലാണ്, ഏത് വർഷമാണ് അധ്യക്ഷത വഹിച്ചത്? 1916. ഏത് പാലക്കാട് വെച്ച് നടന്നതാണ് അല്ലേ. അതേപോലെ പിന്നെന്താ, വിക്രം മിശ്ര ആരായിരുന്നു? വിക്രം മിശ്ര ആരാണ്? നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി ആണല്ലേ. നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി. അതുപോലെ ഗാന്ധിജി ദർബനിൽ നിന്ന് ഏത് പത്രം ആരംഭിച്ചത്? ഇന്ത്യൻ ഒപ്പീനിയൻ ആണല്ലേ. ഇന്ത്യൻ ഒപ്പീനിയൻ ഏത് വർഷം ആരംഭിച്ചത്? 1904 അല്ലേ. അതേപോലെ പാരീസ് ഉടമ്പടി നടന്ന വർഷം? പാരീസ് ഉടമ്പടി 1783 അല്ലേ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ 1789. ബോസ്റ്റൺ ടീ പാർട്ടി 1773. അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് 1776 അല്ലേ.